അതീവ ഗുരുതരവും ഗൗരവതരവും ക്രൂരവും നിന്ദ്യവുമായൊരു വാർത്തയാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത് ആൾറെഡി എല്ലാ പത്രങ്ങളിലും ചാനലുകളിലും ഇന്നലെ വന്നതാണ്. നമ്മുടെ പ്രേക്ഷകർക്ക് കൂടി അറിയാൻ വേണ്ടി മാത്രമാണ് ഈ വാർത്ത ചെയ്യുന്നത്. ഒരു മന്ത്രി, അവർ സ്ത്രീയാണ്, അതായതുകൊണ്ട് മാത്രം അവർ ഒരു സ്കൂളിൻ്റെ പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ അവരുടെ മുഖം ഒഴിച്ചുള്ള ശരീരഭാഗമെല്ലാം എടുക്കുകയും അത് സൂം ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. സ്ത്രീകളുടെ ശരീരഘടന അനുസരിച്ച് അവർ സാരി ഉടുത്തിരുന്നാൽ 100% ശരീരം ചുറ്റി ചാക്ക് പോലെ ചുറ്റി സാരി ഉടുക്കാൻ പറ്റത്തില്ല. അവരുടെ ശരീരഭാഗത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ ഭാഗം എക്സ്പോസ് ചെയ്ത് കിട്ടും. പ്രത്യേകിച്ച് സംസാരിക്കുമ്പോൾ, പ്രസംഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് കൈ ഉയർത്തുകയോ ആംഗ്യം കാണിക്കുകയോ ശബ്ദം എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ വേണമെങ്കിൽ ഒരു ഫോട്ടോഗ്രാഫർ വിചാരിച്ചാൽ പല കാര്യങ്ങളും ഷൂട്ട് ചെയ്യാൻ പറ്റും, ഫോട്ടോ എടുക്കാൻ പറ്റും. അത് തന്നെ സൂക്ഷിച്ച് നോക്കിയിരിക്കുന്ന ഒരു ഫോട്ടോഗ്രാഫറെ സംബന്ധിച്ച്, ഒരു വീഡിയോഗ്രാഫറെ സംബന്ധിച്ച് പറ്റും. അങ്ങനെയാണ് ഈ സിനിമാ നടികളുടെയൊക്കെ, പല സിനിമാ നടികളുടെയും സീരിയൽ താരത്തിൻ്റെയും അല്ലാതെയൊക്കെ ഉള്ളവരുടെ ശരീരഭാഗത്തിൻ്റെ പല ശരീരഭാഗങ്ങൾ, ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിലായതുകൊണ്ട് അതൊന്നും പറയുന്നില്ല ഏത് ഭാഗമാണ് എന്താണെന്നൊന്നും. വളരെ ശരീരഭാഗങ്ങളിലെ പല പല ഭാഗങ്ങളും എക്സ്പോസ് ചെയ്യിച്ച് അത് മാത്രം എടുത്ത് അതിനെ കട്ട് ചെയ്തിട്ട് അവരുടെ ജീവിതത്തെ ഇല്ലാതാക്കുന്ന, തലയും മോർഫ് ചെയ്ത വേറെ തലയും അവരുടെ ശരീരഭാഗമൊക്കെ എടുത്തിട്ട് വളരെ വികൃതമാക്കുന്ന ഒരു സോഷ്യൽ മീഡിയ സംസ്കാരമുണ്ട് നമുക്ക്. ഇവിടെ മന്ത്രിയായിട്ടും എൻ്റെ ശരീരത്തിൻ്റെ ചിത്രം പകർത്തി സാമൂഹ്യ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തുവെന്ന് പറഞ്ഞിരിക്കുന്നത് ബിന്ദു കൃഷ്ണയാണ്. അത് കൊല്ലത്തൊരു മന്ത്രിയായിട്ടും തൻ്റെ ശരീരത്തിന് ചിത്രം പകർത്തിയെന്ന ഗുരുതര വെളിപ്പെടുത്തലുമായി മന്ത്രി ബിന്ദു കൃഷ്ണ മുഖം ഉൾപ്പെടുത്താതെ ശരീരത്തിൻ്റെ മാത്രം ചിത്രം എടുക്കുകയായിരുന്നു. കൊല്ലത്തൊരു സ്കൂളിലെ പരിപാടിക്കിടയിലാണ് ചെയ്തത്. ഇത് അധ്യാപകനാണോ ചെയ്തിരിക്കുന്നതെന്ന് അറിയില്ല. എങ്കിൽ അദ്ദേഹത്തെ തൂക്കിക്കൊല്ലണം, വേറെ പിരിച്ചുവിട്ടാൽ പോരാ. അത്ര നിന്ദ്യമായ ഒരു പരിപാടിയാണ്. കാരണം വക്കീൽ കേസിൽ പെട്ടാൽ ഇരട്ടി ശിക്ഷയാണ്. അധ്യാപകൻ ഈ തോന്നിയമാസ സ്കൂളിൽ വെച്ച് കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ അധ്യാപകനെ പിരിച്ചുവിട്ടാലൊന്നും പോരാ, അധ്യാപകനെ സമൂഹ മധ്യത്തിൽ വെച്ച് തല്ലിക്കൊല്ലണം. അങ്ങനെയൊക്കെ നിയമമില്ല ഈ രാജ്യത്ത്. അറേബ്യൻ രാജ്യങ്ങളിലൊക്കെ നിയമം ഉള്ളതുപോലെ, സൗദിയിലൊക്കെ ഉള്ളതുപോലെ സുന്നത്ത് വെട്ടിക്കളയുകയും തല വെട്ടിക്കളയുകയും കൈ വെട്ടിക്കളയുന്ന നിയമം നമ്മുടെ രാജ്യത്തില്ല. പക്ഷേ അത്ര സങ്കടകരമാണ്. ഇതാണ് അവസ്ഥയെങ്കിൽ, തനിക്കിതാണ് അവസ്ഥയെങ്കിൽ സാധാരണ സ്ത്രീകളുടെ അവസ്ഥ എന്തായിരിക്കുമെന്നും മന്ത്രി ചോദിച്ചു. മുഖം ഉൾപ്പെടുത്താതെ ശരീരത്തിൻ്റെ മാത്രം ചിത്രം എടുക്കുന്നത് എന്തിനാണെന്ന് പിന്നീട് അവർ സമൂഹ മാധ്യമത്തിൽ അത് പോസ്റ്റ് ചെയ്തു. ഇത് കണ്ട ചിലർ പ്രശ്നമുണ്ടാക്കിയപ്പോൾ ചിത്രം ഡിലീറ്റ് ചെയ്യിച്ചു. എങ്കിലും മറ്റു ചിലർ സ്ക്രീൻഷോട്ട് എടുത്ത് വച്ചിട്ടുണ്ട്. ബിന്ദു കൃഷ്ണ വ്യക്തമാക്കുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ വാട്സപ്പിലോ ഒക്കെ ഒരു കാര്യം പോസ്റ്റ് ചെയ്താൽ സെക്കൻഡുകൾക്കുള്ളിൽ അത് ലോകം കാണും. വാട്സപ്പിലാണെങ്കിൽ ആ ഗ്രൂപ്പിലുള്ള എല്ലാവരും കാണും. സ്റ്റാറ്റസ് ഇട്ടാൽ നമ്മുടെ കണക്ഷനിലുള്ള എല്ലാവരും കാണും. അവർക്ക് ആർക്ക് വേണമെങ്കിലും അത് ദുരുപയോഗം ചെയ്യാം. ആർക്കെങ്കിലും നമ്മളോടൊരു ശത്രുത ഉണ്ടെങ്കിലോ ഒരു സ്നേഹം കൂടുതലുണ്ടെങ്കിലോ അവർ അതെടുത്ത് കൃത്യമായി അവർ ആർക്കൈവിൽ സൂക്ഷിക്കുകയും ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ, നമ്മൾ അറിയാത്ത സ്ഥലങ്ങളിൽ, അറിയാത്ത ഫോൾഡറുകളിൽ കൊണ്ടിടുകയും നമ്മളെ മോശമാക്കാൻ കഴിയും. അപ്പോൾ വളരെ 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 മോശമായിട്ടുള്ള ഒരു സാമൂഹ്യാവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത്. വളരെ കഷ്ടമാണ്. സ്ത്രീകളുടെ ശരീരത്തിനെ ഇങ്ങനെ കേവലം ഒരു ഉപഭോഗ വസ്തുവായി മാത്രം കണ്ടുകൊണ്ട് അവരെ ശരീരഭാഗങ്ങളുടെ ഫോട്ടോ, ഒരുതരം ബോഡി ഷെയ്മിങ് പരിപാടി. മന്ത്രിക്ക് ബോഡി ഷെയ്മിങ് ആണെങ്കിൽ ബാക്കിയുള്ള സാധാരണക്കാരൻ്റെ അവസ്ഥ എന്താണ്? അതേസമയം സ്ത്രീകൾ ശരീരം കാണിക്കുന്നവരുണ്ട്, എക്സ്പോസ് ചെയ്യുന്നവരുണ്ട്. ശരീരം മൊത്തം എത്ര സാരി ഉടുത്തിരുന്നാലും ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും കാണിക്കുകയൊക്കെ ചെയ്യുന്ന ധാരാളം ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നവരുണ്ട്, ഒക്കെയുണ്ട്. കുറച്ച് വസ്ത്രം ധരിച്ചുകൊണ്ട് ഫാഷൻ ലേഡിയായിട്ട് വരുന്നവരുണ്ട്, അതെല്ലാം ഉണ്ട്. പക്ഷെ അതെല്ലാം അവരുടെ ഒരു സ്വാതന്ത്ര്യവും അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം വരുന്നതല്ലേ. തൻ്റെ ഇഷ്ടപ്രകാരമില്ലാതെ തൻ്റെ ശരീരഭാഗങ്ങൾ മറ്റൊരാൾ ഫോട്ടോ എടുത്ത് സൂം ചെയ്തിടുക എന്ന് പറഞ്ഞാൽ അത് അപമാനിക്കലാണ്, ഒരുതരം റേപ്പിസമാണ്. ആ റേപ്പിസം നമുക്ക് അനുവദിക്കാൻ കഴിയില്ല. അത് ഒരുതരം മെൻ്റൽ റേപ്പിസമാണ് ചെയ്യുന്നത്. ഫിസിക്കൽ റേപ്പിസത്തിന് പകരം ഇതൊരുതരം മെൻ്റൽ റേപ്പിസമാണ്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും അത് അംഗീകരിക്കാൻ കഴിയില്ല. ബിന്ദു കൃഷ്ണ മന്ത്രി കർശനമായ അതിനകത്ത് നടപടിയെടുക്കണം. രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി ഇത്തരം കാര്യങ്ങളിൽ ഒരു 10 പേരെ ശിക്ഷിച്ചാൽ ഈ സമൂഹം ശുദ്ധീകരിക്കപ്പെടും. താങ്കൾ ഓപ്പറേഷൻ തൂഫാനിലൂടെ 100 കണക്കിന് പേരെ ശിക്ഷിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് അവർ അകത്ത് കിടക്കുന്നത് കൊണ്ട് ഇപ്പോൾ അതൊന്ന് കുറഞ്ഞിട്ടുണ്ടല്ലോ. അതുപോലെ ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്നവരെ ആരായിരുന്നാലും അവരെ കൃത്യമായിട്ട് പിടിക്കണം. ഇപ്പം മന്ത്രി ആയതുകൊണ്ട് ഇത് പുറത്ത് പറഞ്ഞു. മറ്റൊരു സ്ത്രീ ആണെങ്കിൽ ചിലപ്പോൾ അവർക്കിത് പുറത്ത് പോലും പറയാൻ കഴിയില്ല. ചിലർ പോയി ആത്മഹത്യ ചെയ്യും. ചിലരാണെങ്കിൽ മെൻ്റൽ ഷോക്കിലേക്ക് പോകും, വലിയ ട്രോമയിലേക്ക് പോകും. അത് വളരെ വലിയ രൂപത്തിലേക്ക് തൻ്റെ ശരീരം തൻ്റെ അനുവാദമില്ലാതെ താൻ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ, അല്ലെങ്കിൽ ഞാൻ ഒരു ഫംഗ്ഷനിൽ പങ്കെടുത്തപ്പോൾ തൻ്റെ അനുവാദമില്ലാതെ തൻ്റെ ശരീരഭാഗങ്ങൾ, പ്രത്യേക ഭാഗങ്ങൾ മാത്രം സൂം ചെയ്തെടുത്ത് അതിനെ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരാളുടെ ഫോട്ടോ എടുത്തിട്ട്, ഓക്കെ, മന്ത്രിയുടെ ഫോട്ടോ
മുഖം എടുത്തിട്ട് മുഖത്തിന് ഫോക്കസ് കൊടുക്കുന്ന രീതിയിൽ മന്ത്രിയുടെ ഫോട്ടോ ഇട്ടൊരു കമൻറ്റ് വിട്ടാൽ ദാറ്റ്സ് ഓക്കെ, ഒരു നിർദോഷമായ കാര്യം എന്ന് പറയാം. പക്ഷെ അല്ലാതെ ശരീരഭാഗങ്ങൾ മാത്രം കട്ട് ചെയ്തെടുത്ത് അത് സൂം ചെയ്ത് അതിട്ടിട്ട് അതിൽ ഒരു രസം കാണുന്നതിനെ നല്ല രസമെന്ന് പറയാൻ കഴിയില്ല. അതൊരു തരം രതി നിർവേദമാണ്, രതിരസമാണ്, അതൊരു ലൈംഗിക അധിക്ഷേപമാണ്, മെൻ്റൽ റേപ്പിസമാണ്. ഇനി എൻ്റെ കയ്യിൽ വാക്കുകളില്ല. അതുകൊണ്ട് തന്നെ വളരെ കർശനമായ നിയമം അതിനകത്ത് ഉണ്ടാകണം. അതൊരു ബിന്ദുകൃഷ്ണയ്ക്ക് മാത്രമല്ല, ഒരുപാട് സ്ത്രീകൾക്ക് ഇത് ബാധകമാണ്. അവരുടെ അനുവാദമില്ലാതെ അല്ലെങ്കിൽ അവരാഗ്രഹിക്കാതെ, രണ്ടുമുണ്ടല്ലോ, ഒന്ന് അവർ ആഗ്രഹിക്കണം തൻ്റെ ശരീരത്തിൻ്റെ ഏതെങ്കിലും എക്സ്പോഷർ അല്ലെങ്കിൽ എക്സ്പോസ് ചെയ്ത് തൻ്റെ ശരീരം സമൂഹം കാണണം, മറ്റുള്ളവർ കാണണം എന്നാഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഫിലിമിലും സീരിയലിലും അങ്ങനെയുള്ളവരുണ്ട്, ഇല്ലാത്തവരുമുണ്ട്. ശരീരഭാഗങ്ങളൊക്കെ കാണിച്ച് നന്നായി അഭിനയിക്കുന്നവരുണ്ട്, അല്ലാതെ അഭിനയിക്കുന്നവരുമുണ്ട്. എത്രയോ നടിമാർ അല്ലാതെ അഭിനയിച്ചിട്ടുണ്ട്, ഇവിടെ നമ്മൾ കാണുന്നതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നാം വളരെ കൃത്യമായി ഇത് പിടിക്കപ്പെടണം. ഇത് പിടിച്ചു എന്നാണ് അറിയുന്നത്. കേസെടുത്താൽ പോരാ, പിരിച്ചു വിട്ടാൽ പോരാ, കർശനമായ ജയിലിൽ പിടിച്ചിടണം. തൂക്കിക്കൊല്ലണമെന്ന് പറയുന്നില്ല, ജയിലിൽ പിടിച്ചിടണം, കുറേ വർഷം ജയിലിൽ കിടക്കണം. അങ്ങനെ കർശനമായ ശിക്ഷ ഇത്തരം കാര്യങ്ങൾക്ക് ഗൗരവമായി സമൂഹം ഏർപ്പെടുത്തിയേ കഴിയൂ. അല്ലെങ്കിൽ കുട്ടികളും സ്ത്രീകളുമാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ദുരിതം പേറുന്നത്.